Today we are doing expressionism or German expressionism. German expressionism. We are beginning with that. The term German expressionism is a particular filmic style exhibited by the films made in Germany between 1919 and 1930. The term German expressionism is a particular filmic style. ഒരു പ്രത്യേകമായ സിനിമ രീതിയായിരുന്നു exhibited by the films made in Germany between 1919 and 1930. ഈ പോസ്റ്റ് ഫസ്റ്റ് വേൾഡ് വാർ പീരീഡിൽ 1919 മുതൽ 1930 വരെയുള്ള കാലയളവിൽ ജർമ്മനിയിലെ സിനിമകളിൽ പ്രദർശിപ്പിച്ച ഒരു സമ്പ്രദായത്തെയാണ് നമ്മൾ ജർമ്മൻ എക്സ്പ്രഷനിസം കൊണ്ട് മനസ്സിലാക്കുന്നത്. പക്ഷേ ജർമ്മൻ എക്സ്പ്രഷനിസം എന്ന് പറഞ്ഞാൽ എക്സ്പ്രഷനിസം ഈസ് എ മോഡേണിസ്റ്റ് മൂവ്മെൻറ്റ്. ഇറ്റ് ഈസ് ഓഫ് കോഴ്സ് എ മോഡേണിസ്റ്റ് മൂവ്മെൻറ്റ് വിച്ച് ഒറിജിനേറ്റഡ് ഇൻ ദി വർക്ക്സ് ഓഫ് ആർട്ടിസ്റ്റ് ഫ്രം ദി നോർത്തേൺ ആൻഡ് സെൻട്രൽ യൂറോപ്പ് ആൻഡ് റിജക്റ്റഡ് ദ റിയലിസ്റ്റ് മോഡ്സ് ഓഫ് റെപ്രസെൻറ്റേഷൻസ്. യഥാർത്ഥത്തിൽ എക്സ്പ്രഷനിസം എന്ന് പറയുന്നത് ആദ്യം ഉണ്ടായത് പെയിൻറ്റിങ്ങിലാണ്. പെയിൻറ്റിങ്ങിലും പൊയട്രിയിലുമാണ് ആദ്യ കാലഘട്ടത്തിൽ ഈ എക്സ്പ്രഷനിസം എന്ന് പറയുന്ന ഈ ഒരു സമ്പ്രദായം ഉണ്ടായത്. എക്സ്പ്രഷനിസം ഈസ് എ മോഡേണിസ്റ്റ് മൂവ്മെൻറ്റ്, എ മൂവ്മെൻറ്റ് regarding it is a modern movement or modernist movement which first appeared, which initially happened in the works of artists, paintings from the northern and central Europe. Expressionism is a modernist movement which originated in the works of artists from the northern and central Europe. And they rejected, the painters rejected the realist modes of representations. യാഥാർത്ഥ്യബോധത്തോടെയുള്ള ആ ഒരു റെപ്രസെൻറ്റേഷൻ ഈ പെയിൻറ്റേഴ്സ് അല്ലെന്നുണ്ടെങ്കിൽ ഈ ആർട്ടിസ്റ്റുകൾ ഒഴിവാക്കി. പിന്നെ എന്താ അവർ ഉപയോഗിച്ചത്? ഇറ്റ് മെയിൻലി എക്സ്പ്ലോയിറ്റഡ് ദി എക്സ്പ്രഷനിസം, ദി മൂവ്മെൻറ്റ് ഓഫ് എക്സ്പ്രഷനിസം മെയിൻലി എക്സ്പ്ലോയിറ്റഡ് ദി സൈക്കോളജിക്കൽ എഫക്ട്സ് ഓഫ് ദി മോഡേൺ ടെക്നോളജി ഓൺ ദി ഇൻഡിവിജ്വൽ. അതായത് ഈ മോഡേൺ ടെക്നോളജി മനുഷ്യരിലുണ്ടാക്കുന്ന മനഃശാസ്ത്രപരമായ ഒരു എഫക്റ്റാണ് ഇത് പ്രധാനമായും ജർമ്മൻ എക്സ്പ്രഷനിസം അല്ലെങ്കിൽ എക്സ്പ്രഷനിസം പ്രധാനമായും ചൂഷണം ചെയ്തത്. ഇറ്റ് മെയിൻലി എക്സ്പ്ലോയിറ്റഡ് ദി സൈക്കോളജിക്കൽ എഫക്ട്സ് ഓഫ് ദി മോഡേൺ ടെക്നോളജി ഓൺ ദി ഇൻഡിവിജ്വൽ. എപ്പാർട്ട് ഫ്രം പെയിൻറ്റിംഗ്, expressionism could be discerned in literature, theatre, architecture of the Scandinavian and German speaking countries. ഇത് പെയിൻറ്റിങ്ങിലല്ലാതെ എക്സ്പ്രഷനിസം എന്ന് പറയുന്ന ഈ മൂവ്മെൻറ്റ് പെയിൻറ്റിങ്ങിലല്ലാതെ വേറെ എവിടെയെല്ലാം കാണാൻ കഴിഞ്ഞു? എപ്പാർട്ട് ഫ്രം പെയിൻറ്റിങ്, expressionism could be discerned in literature, theatre, architecture of the Scandinavian and German speaking countries. Later on, പിന്നീട് these features crept into the cinema. അതിനുശേഷമാണ്, അതായത് പെയിൻറ്റിങ്ങിലും ആർക്കിടെക്ചറിലും പിന്നെ ലിറ്ററേച്ചറിലും ഒക്കെ വന്നതിന് ശേഷമാണ് സ്കാൻഡിനേവിയൻ ജർമ്മൻ സ്പീക്കിംഗ് കൺട്രീസിൽ ഈ ആർക്കിടെക്ചറിലും തിയേറ്ററിലും ലിറ്ററേച്ചറിലും ഒക്കെ വന്നതിന് ശേഷമാണ് സിനിമയിലേക്ക് ഇത് കുടിയേറി പാർക്കാൻ തുടങ്ങിയത്, സിനിമയിലേക്ക് വന്നത്. Later on, these features crept into the cinema also, which were clearly manifested. The movement of expressionism could be clearly seen, clearly presented in the setting, narrative, story and the mise-en-scène, mainly in the mise-en-scène. mise-en-scène എന്ന് പറയുന്ന ആ ഒരു ഫ്രെയിമിക് എലിമെൻസിലും കടന്നു വന്നു എക്സ്പ്രഷനിസം മൂവ്മെൻറ്റ്. So in films it clearly manifested, expressionism clearly manifested in the setting, narrative and mise-en-scène. Expressionistic sets and high contrast chiaroscuro lighting were the two important features of the
ജർമ്മൻ എക്സ്പ്രഷനിസ്റ്റ് ഫിലിം. ഈ ജർമ്മനിയിലൂടെ എടുത്ത എക്സ്പ്രഷനിസ്റ്റ് ഫിലിംസിൻ്റെ ഫീച്ചേഴ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ഈ സെറ്റുകൾ, എക്സ്പ്രഷനിസ്റ്റ് സെറ്റുകൾ, പ്രത്യേകതരം സെറ്റുകൾ. അതുപോലെ അവർ ഉപയോഗിച്ചിരുന്നത് ക്ലാരിറ്റി ഇല്ലാത്ത ഹൈ കോൺട്രാസ്റ്റ് കൂടിയ അല്ലെങ്കിൽ നിഴലുകൾ കൂടിയ കിയാറസ്ക്യൂറോ ലൈറ്റിംഗ്, ലോ കീ ലൈറ്റിംഗ്, കിയാറസ്ക്യൂറോ ലൈറ്റിംഗ് ഓർ ലോ കീ ലൈറ്റിംഗ് ആണ് ഈ എക്സ്പ്രസ്ഡ് ഫിലിം മേക്കേഴ്സ് ഉപയോഗിച്ചിരുന്നത്. ദറ്റ് ഈസ് എക്സ്പ്രഷനിസം. അല്ലെങ്കിൽ പൊതുവായിട്ട് എക്സ്പ്രഷനിസം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഐ ഹാവ് സ്റ്റഡീഡ് ഇൻ യുവർ ക്രിറ്റിസിസം പേപ്പർ. Expressionism means it is a modernist movement initially in poetry and painting originating in Germany. Expressionism is a modernist movement initially or originally in poetry and painting originating in Germany at the beginning of the 20th century. Its typical trait is to expressionism. When we consider expressionism, when we think of expressionism, the typical trait we can see is that the typical trait or quality is to present the world solely from a subjective perspective. ഈ ആത്മനിഷ്ഠമായ രീതിയിലാണ്, നമുക്ക് തോന്നുന്ന രീതിയിലാണ് ലോകത്തെ അവതരിപ്പിക്കുന്നത്. അല്ലാതെ വസ്തുനിഷ്ഠമായി കാണുന്ന രീതിയിലല്ല, നമ്മുടേതായ ഒരു പെർസ്പെക്റ്റീവിൽ, നമ്മുടേതായ ഒരു വ്യൂ പോയിന്റിലാണ് എക്സ്പ്രഷൻസിൽ ഏതിലൂടെ ആയാലും, ലിറ്ററേച്ചറിലൂടെ ആയാലും, പെയിൻറ്റിങ്ങിലൂടെ ആയാലും, സിനിമയിലൂടെ ആയാലും ഈ ലോകത്തെ അവതരിപ്പിക്കുന്നത്. സോ ഇറ്റ്സ് എ ടിപ്പിക്കൽ ട്രൈറ്റ് ഈസ് ടു പ്രസൻറ്റ് ദി വേൾഡ് സോൺലി ഫ്രം എ സബ്ജക്റ്റീവ് പെർസ്പെക്റ്റീവ്, ഡിസ്റ്റോർട്ടിങ് ഇറ്റ് റാഡിക്കലി. ഈ ലോകത്തെ ആകെ വളച്ചൊടിച്ച് കാണിക്കുന്നു, ഡിസ്റ്റോർട്ടിങ് ഇറ്റ് റാഡിക്കലി. ഫോർവേഡ് ഫോർ ഇമോഷണൽ ഇഫക്റ്റ് ഇൻ ഓർഡർ ടു ഇവോക്ക് മൂഡ്സ് ഓർ ഐഡിയാസ്. പ്രത്യേകതരം മൂഡ്സ് കാണികളിൽ അല്ലെങ്കിൽ വായനക്കാരിൽ പ്രത്യേകതരം മൂഡ്സ് അല്ലെങ്കിൽ ഐഡിയാസ് സൃഷ്ടിക്കാൻ വേണ്ടി, ഇമോഷണൽ ഇഫക്റ്റിന് വേണ്ടിയാണ് എല്ലാം ഡിസ്റ്റോർട്ട് ചെയ്യുന്നത്, വളച്ചൊടിക്കുന്നത്. സോ എക്സ്പ്രഷനിസ്റ്റ് ആർട്ടിസ്റ്റ് ഹവ് സോട്ട് ടു എക്സ്പ്രസ് ദ മീനിങ് ഓഫ് ഇമോഷണൽ എക്സ്പീരിയൻസ് റാദർ ദാൻ എ ഫിസിക്കൽ റിയാലിറ്റി. ദി എക്സ്പ്രഷനിസ്റ്റ് ആർട്ടിസ്റ്റ് ഹാവ് സോട്ട് to express the meaning of emotional experience rather than physical reality. ഫിസിക്കൽ റിയാലിറ്റിക്കല്ല പ്രാധാന്യം കൊടുത്തത്. ഇത് കാണുമ്പോൾ അല്ലെങ്കിൽ വായിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇമോഷണൽ എക്സ്പീരിയൻസിനാണ് ഈ എക്സ്പ്രഷനുകൾ പ്രാധാന്യം കൊടുത്തത്. ദറ്റ് ഈസ് വാട്ട് ഈസ് എക്സ്പ്രഷനിസം ആൻഡ് എക്സ്പ്രഷനിസം ഇൻ ഫിലിം. Then the conditions of the post-war Germany rampant with the civil strife. You know what, which were the conditions of the post-First World War Germany? With a rampant filled with civil war, inflation, നാണയപ്പെരുപ്പം, terrible poverty in the maximum, terrible poverty, and insecurity felt by the people, influenced the emergence of expressionist films. The emergence of expressionist films was caused by the conditions of the post-war Germany, filled with civil war, civil strife, civil quarrels, civil wars, inflation, terrible poverty and insecurity. These elements, these 5 elements, which elements? Civil strife, inflation, terrible poverty and insecurity. These elements influenced the emergence of expressionism in films. The mentality of the German people obsessed with death and fatality. You know, in the post-First World War period, the mentality of the German people was obsessed with death and fatality. Death and fatality, belief in fate. And the horrors of the economic crisis, and also they felt the terrible horrors of the economic crisis. സാമ്പത്തികമായ പ്രതിസന്ധികളുടെ ഹൊറേഴ്സ് അവർ ജനങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദി പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി ആൻഡ് ഓൾസോ ദി പൊളിറ്റിക്കൽ പൂവർ ഗവേണൻസ്, പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി, etc. can be considered as some of the major driving factors. These are some of the major driving forces. പ്രേരക ശക്തികളാണത്,
driving forces or driving factors which resulted in the emergence of German Expressionism. So these are the main reasons for the emergence of coming out of German Expressionism. അതുണ്ടാകാനുള്ള പ്രധാന കാരണങ്ങളിൽ ചിലതാണ്. ഏതൊക്കെയാണ്? The mentality of the German people obsessed with, they were really obsessed with, deeply influenced with death and fatality, the horrors of the economic crisis, the political instability are considered as some of the major driving factors or driving forces which resulted in the emergence of German Expressionist movement or the movement of German Expressionism. And emotional insecurities. Sexuality and emotional insecurities were the two important concerns of the post-war cinema, post-First World War cinema. Sexuality and ഇമോഷണൽ ഇൻസെക്യൂരിറ്റി, വൈകാരികമായ ഒരു അരക്ഷിതാവസ്ഥ, ആളുകൾക്കുള്ള വൈകാരികമായ അരക്ഷിതാവസ്ഥ, വേർ ദി ടു ഇമ്പോർട്ടൻ്റ് കൺസേൺസ് ഓഫ് ദി പോസ്റ്റ് വാർ സിനിമ. ദി പ്രീ-വാർ ജർമ്മൻ സിനിമ വാസ് പ്രീ-ഓക്യുപ്പൈഡ് വിത്ത് ദി തീംസ് ഓഫ് ഫാസിനേഷൻ വിത്ത് ദ റെപ്രസെൻറ്റേഷൻ ഓഫ് ദി മോഡേൺ സിറ്റി ആൻഡ് ഇറ്റ്സ് ടെക്നോളജി. ഈ ഒന്നാം ലോക യുദ്ധത്തിന് മുമ്പുള്ള ജർമ്മൻ സിനിമ എങ്ങനെയായിരുന്നു? ദി പ്രീ-വാർ, pre-First World War German cinema was preoccupied with. It gave importance to the pre-war German cinema was preoccupied, or it gave importance to the themes of fascination. ജനങ്ങളെ ആകർഷിക്കുന്ന തീംസാണ് അതിൽ ഉൾപ്പെടുത്തിയിരുന്നത്. വിത്ത് ദ റെപ്രസെൻറ്റേഷൻ ഓഫ് മോഡേൺ സിറ്റി, ആധുനിക നഗരത്തെ അവതരിപ്പിക്കുന്നു, ആൻഡ് ഇറ്റ്സ് എ ടെക്നോളജി, ആ നഗരത്തിൻ്റെ ടെക്നോളജി, ഇതെല്ലാം വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു ഇൻ ദി പ്രീ-വാർ German cinema. But the expressionist film on the other hand dealt with the representation of the dehumanizing effects of modernity. അതേ സമയത്ത് ഈ എക്സ്പ്രഷനിസ്റ്റ് ഫിലിംസ് ആണെങ്കിലോ ഈ പോസ്റ്റ് വാർ പീരീഡിൽ ഇറങ്ങിയ ജർമ്മൻ എക്സ്പ്രഷനിസ്റ്റ് ഫിലിംസ് എന്താ ചെയ്തത്? ദി എക്സ്പ്രഷനിസ്റ്റ് ഫിലിംസ് ഓൺ ദി അതർ ഹാൻഡ് ഡെൽറ്റ് വിത്ത്, ദേ വെയർ ഡീലിംഗ് വിത്ത് ദ റെപ്രസെൻറ്റേഷൻ ഓർ ദി ഫിലിംസ് റെപ്രസെൻറ്റഡ് the dehumanizing effects, means destroying all the positive aspects of the human beings. അതായത് മനുഷ്യ മനസ്സുകളിലെ മനുഷ്യരിലെല്ലാ നന്മകളെയും തകർക്കുന്ന എഫക്ട്സ് ആണ് ഈ പോസ്റ്റ് വാർ ജർമ്മൻ എക്സ്പ്രഷനിസ്റ്റ് ഫിലിംസ് അവതരിപ്പിച്ചത്. ദി എക്സ്പ്രഷനിസ്റ്റ് ഫിലിംസ് ഓൺ ദി അതർ ഹാൻഡ്, ഓൺ ദി കോൺട്രറി, ഡെൽറ്റ് വിത്ത് ദി റെപ്രസെൻറ്റേഷൻ, അവതരണം എന്താണ്? ഓഫ് ദി dehumanizing effects, means destroying all the positive aspects of human beings, of the modernity. മോഡേണിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ആധുനികത മനുഷ്യരിലെ എല്ലാ പോസിറ്റീവ് ആസ്പെക്ട്സിനെ തകർക്കുന്നു എന്നുള്ള അവതരണമായിരുന്നു ഈ എക്സ്പ്രഷനിസ്റ്റ് ഫിലിംസിൽ ഉണ്ടായിരുന്നത്. ദി ഓസ്ട്രിയൻ ഫിലിം മേക്കർ റോബർട്ട് വീൻസ്, നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. The Austrian filmmaker Robert Wiens, The Cabinet of Dr. Caligari, which came out in the year 1920. The Cabinet of Dr. Caligari, ഒരു ഭ്രാന്തൻ്റെ കഥ പറയുന്ന, യുവാവായ ഭ്രാന്തൻ്റെ കഥ പറയുന്ന ഒരു ഫിലിം, which tells the story of a young lunatic. He is considered the first expressionist film. When asked about the first expressionist film, your answer must be Robert Wiens, the Austrian filmmaker, German filmmaker Robert Wiens, The Cabinet of Dr. Caligari. The Cabinet of Dr. Caligari, don't forget it. The film was released in 1920. The director was Robert Wien. It is considered to be the first expressed film. Then oblique camera angles, means candid camera angles. ഈ ഫ്രെയിമിനെ ഡിസ്റ്റോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ക്യാമറ ആംഗിൾസ്, ഡിസ്റ്റോർട്ടഡ് ബോഡീസ്, അതായത് ക്യാരക്ടേഴ്സിനെ ഇങ്ങനെ അവരുടെ ഡിസ്റ്റോർട്ട് ചെയ്ത വ്യതിയാനമുള്ള ബോഡീസ് കാണിക്കുന്നു, ആൻഡ് ഷേപ്സ്, ബിസാർ ആൻഡ് ഇൻകോൺഗ്രുവൻ്റ് സിറ്റിങ്സ്. ബിസാർ, അൺക്ലിയർ, ഡിസ്റ്റർബിങ് ആൻഡ് ഇൻകോൺഗ്രുവൻ്റ് സെറ്റിങ്സ്, യാതൊരു പൊരുത്തവുമില്ലാത്ത യോജിപ്പില്ലാത്ത സെറ്റിങ്സ് കാണിക്കുക. സോ ദി ഒബ്ലീക്ക് ക്യാമറ ആംഗിൾസ്,
distorted bodies and shapes, bizarre and incongruent settings are some of the features of the expressionist style. These are some of the features or qualities of the expressionist style. So these films attempts to project on the screen. What do these expressionist films attempt to project on the screen? These types of films attempt to project on the screen the unnatural acts, artificial acts or realities. കൃത്രിമമായ യാഥാർത്ഥ്യങ്ങൾ, കൃത്രിമമായ ആക്ട് ഇവയിലുള്ളത്. ആൻഡ് ദി സബ്ജക്റ്റീവ് ആൻഡ് മാഡ് വേൾഡ് ഓഫ് ദി ക്യാരക്ടേഴ്സിന് അവർക്ക് തോന്നുന്ന ലോകത്തെയാണ്, അല്ലാതെ ഈ ലോകത്തെ വസ്തുനിഷ്ഠമായി കാണിക്കുകയല്ല. സബ്ജക്റ്റീവ് മോഡിലാണ്, കഥാപാത്രങ്ങൾക്ക് തോന്നുന്ന രീതിയിലാണ് ഈ ലോകത്തെ അവതരിപ്പിക്കുന്നത്. ആൻഡ് ഓൾസോ ദി മാഡ് വേൾഡ് ഈസ് പ്രസൻറ്റഡ്. ഒരു ഭ്രാന്തമായ ലോകത്തെയാണ് ഈ എക്സ്പ്രഷനിസ്റ്റ് ഫിലിംസിലൂടെ അവതരിപ്പിക്കുന്നത്. സോ പ്ലീസ് റിമെമ്പർ ദീസ് ഫിലിംസ് അറ്റംപ്റ്റ് ടു പ്രൊജക്റ്റ് ഓൺ ദി സ്ക്രീൻ അൺനാച്ചുറൽ ആക്ട്സ്, ACTS acts or realities and subjective and mad world of the characters. The set design, lighting, chiaroscuro lighting and the actors body, distorted body, ഇങ്ങനെ വളഞ്ഞ വികൃതമായ ബോഡി are made use of in the expressionist films. So these techniques or these features are made use of in the expressionist films to squeeze out, എന്തിനാണ് പിഴിഞ്ഞെടുക്കാൻ, for squeezing out the psychology of the characters and to render it in a visible form. ഈ ക്യാരക്ടേഴ്സിൻ്റെ സൈക്കോളജി ഏതാണ് നമുക്ക് ദൃശ്യമാകുന്ന രീതിയിൽ, മനസ്സിലാകുന്ന രീതിയിൽ അവതരിപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? സെറ്റ് ഡിസൈന്, ലൈറ്റിംഗ് പാറ്റേൺ, ക്യൂറോസ്ക്യൂറോ ലൈറ്റിങ്, ആക്ടേഴ്സ് ബോഡി ഡിസ്റ്റോർട്ട് ചെയ്ത് കാണിക്കുന്നു. ഈ രീതിയിൽ ഒരു തരത്തിലൊരു ഭ്രാന്തൻ പ്രകടനമാണ് ഈ എക്സ്പ്രഷനിസ്റ്റ് ഫിലിംസിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ദ സെറ്റ് ഡിസൈൻ, ലൈറ്റിംഗ് ആൻഡ് ദി ആക്ടേഴ്സ് ബോഡി are made use of in the expressionist films to squeezing out the psychology of the characters and to render, to present in a visible form. The gestures of the characters follow a mechanical and artificial rhythm. ഈ നല്ല പരീക്ഷണ നാടകങ്ങളിൽ കാണുന്ന പോലെ ഈ കഥാപാത്രങ്ങളുടെ ആംഗ്യങ്ങളെന്ന് പറഞ്ഞാൽ യാന്ത്രികമായി ഒരു തരം അയഥാർത്ഥമായിട്ടാണ് ഈ ആംഗ്യങ്ങൾ പോലും കാണിക്കുന്നത്, ചില പരീക്ഷണ നാടകങ്ങളിൽ കാണിക്കുന്നത് പോലെ. ദി ജസ്റ്റേഴ്സ് ഓഫ് ദി ആക്ടേഴ്സ് ഫോളോ എ മെക്കാനിക്കൽ ആൻഡ് ആർട്ടിഫിഷ്യൽ റിതം, എസ്പെഷ്യലി ഇൻ ദി ഈവിൾ മെഫിസ്റ്റോഫിലിസ് എന്ന് പറയുന്ന ഒരു ഡെമണാണ്. ഏതിൽ? ഡോക്ടർ ഫാസ്റ്റസ് എന്ന് പറയുന്ന ക്രിസ്റ്റഫർ മാർലോയുടെ നാടകത്തിലെ ഡോക്ടർ ഫാസ്റ്റ്, അത് പല രീതി സിനിമയാക്കിയിട്ടുണ്ട്. ഈ ഫാസ്റ്റ് എന്ന് പറയുന്ന സിനിമയിലെ തന്നെ, സിനിമയുടെ കാര്യം എടുക്കാം, സിനിമയിലെ ഒരു പ്രധാനപ്പെട്ട ഡെമൺ ക്യാരക്ടറാണ് മെഫിസ്റ്റോഫിലിസ്. മെഫിസ്റ്റോഫിലിസിൻ്റെ ആ ക്യാരക്ടർ അവതരിപ്പിക്കുമ്പോൾ ആ ക്യാരക്ടറെ കാണിക്കുന്നത് കൃത്രിമമായ അംഗ വിക്ഷേപങ്ങളിലൂടെയും ആ കൃത്രിമമായ ചലനങ്ങളിലൂടെയൊക്കെയാണ് കാണിക്കുന്നത്. അത് ഒരു പ്രത്യേകതയാണ്. അപ്പം ഈ മന്നാവു, MURNAU മന്നാവു ജർമ്മൻ ഫിലിം മേക്കറായിരുന്നു. മന്നാവുവിൻ്റെ ഫാസ്റ്റ് എന്ന് പറയുന്ന ഫിലിം, മന്നാവൂസ് ഫാസ്റ്റ് പ്രസൻസ് ദി ഡെമൺ ക്യാരക്ടർ മെഫിസ്റ്റോഫിലിസ് ഇൻ ആൻ ആർട്ടിഫിഷ്യൽ വേ യൂസിങ് ഓൾ ദി ആർട്ടിഫിഷ്യൽ റഥം ഫോർ ജസ്റ്റേഴ്സ് അങ്ങനെയാണ് കാണിക്കുന്നത്. Anyhow, the influence or the impact of the German expressionism can be seen in the Hollywood films of the 1940s. 1940s ഇറങ്ങിയ ഹോളിവുഡ് ഫിലിംസിൽ ജർമ്മൻ എക്സ്പ്രഷനിസ്റ്റ് ഫിലിംസിൻ്റെ സ്വാധീനം കാണാം. ബിസൈഡ്സ് കൂടാതെ ഇൻ അഡിഷൻ ടു ദി ഫിലിം നുവാർ നമ്മൾ കഴിഞ്ഞ ഫിലിം നുവാർ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞതാണ്. ഫിലിം നുവാർ എന്ന് പറയുന്ന ആ ജോൺറയിൽ നമുക്ക് ജർമ്മൻ എക്സ്പ്രഷനിസത്തിൻ്റെ സ്വാധീനം കാണാൻ കഴിയും. സോ ദി ഇൻഫ്ലുവൻസ് ഓഫ് ദി ജർമ്മൻ എക്സ്പ്രഷനിസം can be seen in the Hollywood films of the 1940s and also in film noir films. So this is about German expression. Now let us see the other genre of films, historical films or costume dramas or heritage cinema. Historical films, it is equivalent to costume drama and it may also be called a heritage cinema. A particular genre of fiction films
story-based films, a particular genre of fiction films based on some historical facts, historical incidents, or historical persons is termed as historical films. What is historical film? A particular genre of fiction films based on some historical facts, incidents, or persons is termed as historical films. അതായത് ചരിത്ര സംഭവങ്ങൾ, ചരിത്രപരമായ വസ്തുതകൾ അല്ലെങ്കിൽ ചരിത്ര പുരുഷന്മാർ ഇവരെ ആധാരമാക്കിയുള്ള കഥ പറയുന്ന ചില പ്രത്യേക സിനിമകൾ കൊടുക്കുന്ന പേരാണ് ഹിസ്റ്റോറിക്കൽ ഫിലിംസ് എന്ന് പറയുന്നത്. ഹിസ്റ്റോറിക്കൽ ഫിലിംസ്. ദിസ് ഹാസ് the same features in common with the historical films have the same features in common with the biopic films. ജീവചരിത്രം പറയുന്ന സിനിമകൾ, കോസ്റ്റ്യൂം ഡ്രാമ, ഹെറിറ്റേജ് ഫിലിം ആൻഡ് എപ്പിക് ഡ്രാമ, ഹെറിറ്റേജ് ഫിലിം, കോസ്റ്റ്യൂം ഡ്രാമ, ബയോപിക് സിനിമ, ഇവയുടെ ഏതാണ്ട് ഫീച്ചേഴ്സ് ഒരേപോലെയാണ്. ദിസ് ഹാസ് സെയിം ഫീച്ചേഴ്സ് ഇൻ കോമൺ വിത്ത് biopic, costume drama, heritage film and epic drama. The pioneers who practiced this form include, when we think of the forerunners or the pioneers who practiced these historical films, we cannot forget these names. Number one is D.W. Griffith, His Birth of Nation. D.W. Griffith and Cecil B.D. Millay. സെസിൽ ബി മില്ലെ ഇൻ ദി US. അമേരിക്കയിൽ 2 പേരാണ്, D.W. ഗ്രിഫിത്തും സെസിൽ ബി മില്ലെയും. ആൻഡ് സേജി ഐസൻസ്റ്റീൻ ഇൻ ദി USR ആണെങ്കിൽ സേജി ഐസൻസ്റ്റീൻ. കോൾ ഡ്രയർ ഇൻ ഡെൻമാർക്കിൽ കോൾ ഡ്രയർ. ദി ബർത്ത് ഓഫ് എ നേഷൻ, റിമെമ്പർ ദിസ്, I have also shown you the clippings which was out in the year 1915. The Birth of a Nation by D.W. Griffith is a typical film of this historical film genre. The Birth of a Nation, which was out in the year 1915 by D.W. Griffith, is a typical film of this genre. The history films enjoyed their heyday in Great Britain during the 1930s. In Britain, history films in ഏറ്റവും പീക്കിൽ നിന്ന സമയം, അതിൻ്റെ ഹേഡ് ഏറ്റവും സന്തുഷ്ടമായ സമയം എന്ന് പറയുന്നത് 1930കളായിരുന്നു. ദി ഹിസ്റ്ററി ഫിലിംസ് എൻജോയ്ഡ് ദെയർ ഹേഡ് ഇൻ ഗ്രേറ്റ് ബ്രിട്ടൻ ഡ്യൂറിങ് ദി 1930s. എ ലാർജ് നമ്പർ ഓഫ് സക്സസ്ഫുൾ ഹിസ്റ്റോറിക്കൽ ഫിലിംസ് ഇമേജ്ഡ് ഇൻ ദി ഹോളിവുഡ് ഓൾസോ. അമേരിക്കയിലെ ഹോളിവുഡിലും ഈ കാലയളവിൽ എ ലാർജ് നമ്പർ ഓഫ് ഹിസ്റ്റോറിക്കൽ ഫിലിംസ് ഇമേജ്ഡ് കെയിം ഔട്ട് ഇൻ ദി ഹോളിവുഡ് ഫിലിംസ് ഓൾസോ. Victor Fleming's Gone with the Wind, which was out in the year 1939. Gone with, I have shown you the clippings. Victor Fleming's Gone with the Wind is a historical film, the setting of which is the US Civil War. American Civil War ആണ് അതിൻ്റെ പശ്ചാത്തലം. അതിനിടയിൽ മനോഹരമായ ഒരു ലവ് സ്റ്റോറിയും കൂടെ തിരികെ കയറ്റിയിരിക്കുന്നതേ ഉള്ളൂ. is a historical film, the setting of which is the US Civil War. The film turned out to be, that goes without my saying, the film turned out to be a commercial success. It was a box office hit. It became a commercial success. A number of Hollywood variants of this film came out in later years. പിന്നെ ഇതിനെ അനുവർത്തിച്ച് അനുകരിച്ച് ധാരാളം സിനിമകൾ ഹോളിവുഡിലുണ്ടായി. ഒരു നമ്പർ ഓഫ് ഹോളിവുഡ് വേരിയൻസ് of this film came out in the later years. The recreation of the cityscapes and landscapes of the past was made more affordable by the development of CGI in 1920s. പിന്നെ ഈ പഴയകാലത്തെ ആ കെട്ടിടങ്ങളും കൊട്ടാരങ്ങളും ഒക്കെ നിർമ്മിക്കുന്നതിനുള്ള ആ ഒരു നമുക്ക് താങ്ങാനാവുന്ന ഒരു രീതി വന്നത് 1990-ന് ശേഷമാണ്. നമുക്കറിയാമല്ലോ, ബാഹുബലിയിലായാലും ശരി, മഗധീര എന്നുള്ള സിനിമയിലായാലും ആ CGIയുടെ ഉപയോഗത്തിലാണ് ഈ വളരെ മനോഹരമായ രീതിയിൽ സെറ്റുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനു മുമ്പെന്ന് പറഞ്ഞാൽ ഈ കെട്ടിടങ്ങൾ അതേപോലെ എങ്ങനെയെങ്കിലും പ്ലാസ്റ്റർ ഓഫ് പാരീസോ കൊണ്ടൊക്കെ കൊട്ടാരങ്ങളൊക്കെ നിർമ്മിക്കണമായിരുന്നു. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. എവറിത്തിങ് ക്യാൻ ബി റീക്രിയേറ്റഡ് ബ്യൂട്ടിഫുള്ളി വിത്ത് ദി ഹെൽപ്പ് ഓഫ് കമ്പ്യൂട്ടർ ജനറേറ്റഡ് ഇമേജസ്. വിത്ത് CGI, ദ റീക്രിയേഷൻ ഓഫ് ദി സിറ്റിസ്കേപ്സ്, പഴയകാലത്തെ സിറ്റി നിർമ്മിക്കുന്നു. ആൻഡ് ദി ലാൻഡ്സ്കേപ്സ് ഓഫ് ദി പാസ്റ്റ് വാസ് മെയ്ഡ് മോർ അഫോർഡബിൾ, മച്ച് ഈസിയർ by the development of CGI in the 1920s.
CG in the 1990s. അവിടെ ഒന്നെങ്കിലും നമ്മുടെ ഇന്ത്യയിൽ ഇതൊക്കെ 2000 ലേറ്റ് 2000 ആഫ്റ്റർ 2010 ആണ് നമ്മുടെ ഇന്ത്യയിലൊക്കെ ഇത് സാർവത്രികമായത്. Computer generated graphics or graphic images led to a surge. Surge means coming out in a lavish form, coming out in large numbers, led to a surge in the production of the historic and epic films during the late 90s. അപ്പോൾ ഇതിന് ശേഷം ഇങ്ങനെ പഴയ കാലത്തെ പുനഃസൃഷ്ടിക്കാനായിട്ട് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ഉപയോഗിക്കാമെന്നുള്ള സമ്പ്രദായം വന്നപ്പോൾ ധാരാളം എപ്പിക് ഫിലിംസും ഇതിഹാസങ്ങളുടെ കഥകൾ പറയുന്ന സിനിമകൾ, ഹിസ്റ്റോറിക് ഫിലിംസൊക്കെ ധാരാളം ഉണ്ടായി. Titanic by James Cameron, which came out in 1997. 97 അത് റിലീസ് ചെയ്തത്. Titanic by James Cameron, which came out in 1997, ensured the popularity of this genre of films. അപ്പോൾ ഇത്തരം ഈ ഹിസ്റ്റോറിക്കൽ ഫിലിംസിൻ്റെ ജോൺറയുടെ പോപ്പുലാരിറ്റി വർദ്ധിപ്പിച്ചത് ടൈറ്റാനിക് പോലുള്ള സിനിമകളാണ്. ഹിസ്റ്ററി ഫിലിംസ് ആർ അനലൈസ്ഡ് ബൈ സ്കോളേഴ്സ് ഹു സ്റ്റഡി നാഷണൽ ഐഡൻറ്റിറ്റി and nationalism. The history films analyzed by these scholars reach the theory that national identity and nationalism, national ഐഡൻറ്റിറ്റിയെക്കുറിച്ചും നാഷണലിസത്തെക്കുറിച്ചും പഠിക്കുന്ന സ്കോളേഴ്സ് ഹിസ്റ്ററി ഫിലിംസ് അനലൈസ് ചെയ്യാറുണ്ട്. എന്താ കാര്യം? ബിക്കോസ് ഹിസ്റ്ററി ഫിലിംസ് ഡീൽ വിത്ത് ദി പീപ്പിൾ ആൻഡ് ഈവൻറ്റ്സ് ഓഫ് എ പർട്ടിക്കുലർ നേഷൻ. ഒരു പ്രത്യേക രാഷ്ട്രത്തിലെ ആളുകളെയും പഴയകാലത്തെ ആളുകളെയും അവരുടെ ജീവിത സമ്പ്രദായങ്ങളെയും സംഭവങ്ങളെയും ആധാരമാക്കിയാണ് ഹിസ്റ്ററി ഫിലിംസ് ഉണ്ടാക്കുന്നത്. മലയാളത്തിൽ തന്നെ എത്ര ഹിസ്റ്ററി ഫിലിംസ് ഉണ്ടായിട്ടുണ്ട്, എന്തെല്ലാം കഥകൾ, ചരിത്ര പുരുഷന്മാരുടെ കഥകൾ പറഞ്ഞുള്ള ഫിലിംസ്. അതിന് പി വടക്കൻ വീരഗാഥ മുതൽ പിന്നെ വടക്കൻ പാട്ടുകൾ, ഉദയയുടെ വടക്കൻ പാട്ടുകൾ ഉൾപ്പെടുത്തിയ കണ്ണപ്പനുണ്ണി, ആരോമലുണ്ണി, തച്ചോളി ഉദയനൻ തുടങ്ങിയ സിനിമകൾ എത്ര എണ്ണം. അതുപോലെ ഹോളിവുഡ് ഫിലിംസ്, ബോളിവുഡ് ഫിലിംസ്, തമിഴ് ഫിലിംസ്, തെലുങ്ക് ഫിലിംസ്. അടുത്ത കാലത്ത് വന്ന ചിരഞ്ജീവിയുടെ തെലുങ്ക് സിനിമ സ്റ്റാർ മോഹൻലാലിൻ്റെ കാലാപാനി, ഗോവർദ്ധൻ എന്ന് പറയുന്ന ഒരു പാസ്റ്റ് പേഴ്സൻ്റെ ജീവചരിത്രം, അല്ലെങ്കിൽ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ ജീവചരിത്രം പറയുന്ന ഒരു ഫിലിമായിരുന്നല്ലോ അത്, കാലാപാനി. അങ്ങനെ എത്ര ഫിലിംസ്. സോ ചരിത്ര നാഷണാലിറ്റിയും നാഷണൽ ഐഡൻറ്റിറ്റിയും പഠിക്കുന്ന സ്കോളേഴ്സ് എവിടെ എത്തിച്ചേരുന്നത്? ഹിസ്റ്ററി ഫിലിംസിൽ. എന്താ കാര്യം? ദി ഹിസ്റ്റോറിക്കൽ ഫിലിംസ് ഡെപ്പിക്റ്റ് ദി പീപ്പിൾ ആൻഡ് ഈവൻറ്റ്സ് ഓഫ് എ പർട്ടിക്കുലർ നേഷൻ. They form part of the history of those nations which underwent a traumatic past. The history films form part of those nations which underwent a traumatic, painful past. വേദനാജനകമായ സംഭവങ്ങൾ പറഞ്ഞ ഭൂതകാലത്തിലൂടെ കടന്നുപോയ രാഷ്ട്രങ്ങളെ ആധാരമാക്കിയായിരിക്കും, അതിൻ്റെ പശ്ചാത്തലത്തിലായിരിക്കും സാധാരണ ഹിസ്റ്ററി ഫിലിംസ് ഉണ്ടാക്കുന്നത്. They form part of the history of the nations which underwent a traumatic, painful past, especially countries like Germany, France. യുദ്ധത്തിൽ ഒരുപാട് മുറിവേറ്റ രാജ്യങ്ങൾ: ജർമ്മനി, ഫ്രാൻസ്, സ്പെയിൻ, ചിലി, the US, അമേരിക്ക, the US, etc. The narratives of the historical films are interwoven with serious themes like gender relations, class and sexualities. The narratives or the stories of the historical films are interwoven. അതിലെന്ത് ഹിസ്റ്റോറിക്കൽ ഫിലിംസിൻ്റെ കഥയിൽ എന്തെല്ലാം കലർത്താറുണ്ട് സാധാരണ? The narratives of the historical films are interwoven with serious themes, very serious themes like gender relations between genders, then class consciousness or class distinctions, വർഗ വ്യത്യാസങ്ങളെക്കുറിച്ച്, and sexualities. Anyhow, ഈ ഹിസ്റ്റോറിക്കൽ ഫിലിംസ് എളുപ്പത്തിലൊന്നും സൃഷ്ടിക്കാൻ പറ്റത്തില്ല. കാരണം എന്താ? ഫിലിംസ് റിക്വയർ വേണമെങ്കിൽ നമുക്ക് പശ്ചാത്തലവും പഴയ കാലഘട്ടമൊക്കെ നമുക്ക് CGIയിലൂടെ ജനറേറ്റ് ചെയ്യാമെങ്കിലും ദീസ് ഫിലിംസ് റിക്വയർ എലാബറേറ്റ് കോസ്റ്റ്യൂംസ്. പഴയ കാലത്തെ ഡ്രസ്സ് കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ്. എലാബറേറ്റ് കോസ്റ്റ്യൂംസ്, ദേ നീഡ് എലാബറേറ്റ് കോസ്റ്റ്യൂംസ്. ആ കോസ്റ്റ്യൂംസിനെ കുറിച്ച് തന്നെ പഠിക്കണം. ആർട്ട് ഡിസൈനർ അതിനെക്കുറിച്ച് പഠിച്ചു വേണം ഇതൊക്കെ കോസ്റ്റ്യൂംസ് തയ്യാറാക്കിയെടുക്കാനായിട്ട്. These films require elaborate, very large costumes and settings, and they try to recreate
എന്താ കാര്യം? ദീസ് ഹിസ്റ്റോറിക്കൽ ഫിലിംസ് ട്രൈ ടു റീക്രിയേറ്റ് എ പർട്ടിക്കുലർ ഹിസ്റ്റോറിക്കൽ പീരീഡ്. ഒരു പ്രത്യേക ചരിത്ര കാലഘട്ടത്തെയാണല്ലോ അവതരിപ്പിക്കുന്നത്. ആ കാലഘട്ടം കാണിക്കാനുള്ള എലാബറേറ്റ് സെറ്റിങ്സ്, എലാബറേറ്റ് കോസ്റ്റ്യൂംസ് അത്യാവശ്യമാണ്. ധാരാളം പണച്ചെലവുള്ള പ്രൊഡക്ഷനാണ് ഹിസ്റ്റോറിക്കൽ ഫിലിംസിൻ്റെ പ്രൊഡക്ഷൻ. ദീസ് ഫിലിംസ് റിക്വയർ എലാബറേറ്റ് കോസ്റ്റ്യൂംസ് ആൻഡ് സെറ്റിങ്സ് ആസ് ദേ ട്രൈ ടു റീക്രിയേറ്റ് എ പർട്ടിക്കുലർ ഹിസ്റ്റോറിക്കൽ പീരിയഡ്. The main challenge is the authenticity in all details, including setting, costumes, color and objects. ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി നേരിടുന്നതിനെല്ലാം ഒരു ആധികാരികത വേണം. വേഷവിധാനത്തിലായാലും അന്ന് കാണിക്കുന്ന പഴയകാലം കാണിക്കുമ്പം അവിടെ താറിട്ട റോഡും കോൺക്രീറ്റ് ചെയ്ത പാതകളൊന്നും കാണിക്കാൻ പറ്റത്തില്ല. എല്ലാ കാര്യത്തിലും അതീവ സൂക്ഷ്മത വേണം. ഒരു കുടിൽ കാണിക്കുമ്പോൾ അന്നുണ്ടായിരുന്ന രീതിയിലുള്ള പ്രോപ്പർട്ടീസൊക്കെ അവിടെ ഉണ്ടാക്കണം. അപ്പോൾ അതിനെക്കുറിച്ച് ഗവേഷണം നടത്തി വേണം നല്ല രീതിയിൽ ചിത്രീകരിക്കാനായിട്ട്. The main challenge is the authenticity, genuineness of all details, including setting. അതിന് authenticity വേണം, കൃത്യത വേണം. കോസ്റ്റ്യൂംസ്, അതിൽ കൃത്യത വേണം. കളർ പാറ്റേൺ ആൻഡ് ഓബ്ജക്ട്സ്, പ്രോപ്പർട്ടീസ്, അതിനും കൃത്യത വേണം. These films unravel, the historical films unravel or reveal or depict a fictional story set in the past or anecdote, personal event, anecdote from the life of a real person or an event from history. ഹിസ്റ്റോറിക്കൽ ഫിലിംസ് എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ എടുക്കാറുള്ളത്? ഹിസ്റ്റോറിക്കൽ ഫിലിംസ് അൺട്രാവൽ ഓർ റിവീൽ ഓർ ഡെപ്പിക്റ്റ് ഓർ ഷോ എ ഫിക്ഷണൽ സ്റ്റോറി. അത് ഫിക്ഷൻ തന്നെയാണ്, ഒരു കഥ, ഒരുപാട് മാറ്റങ്ങളൊക്കെ വരുത്താം. ഫിക്ഷണൽ സ്റ്റോറിയാണ്, സെറ്റ് ഇൻ ദി പാസ്റ്റ്, ഭൂതകാലത്തിൻ്റെ പശ്ചാത്തലത്തിൽ അവതരിപ്പിക്കുന്ന ഒരു ഫിക്ഷണൽ സ്റ്റോറിയാണ് ഈ ഹിസ്റ്റോറിക്കൽ ഫിലിം എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് മേ ബി ഹാവിങ് അനിക്ഡോട്ട്സ് ഫ്രം ദി ലൈഫ് ഓഫ് എ റിയൽ പേഴ്സൺ. പണ്ട് ജീവിച്ചിരുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ സംഭവങ്ങൾ, അനിക്ഡോട്ട്സ്, പേഴ്സണൽ എക്സ്പീരിയൻസസ് അതിൽ ആവിഷ്കരിക്കാം. ഓർ ആൻ ഈവൻറ്റ് ഫ്രം ഹിസ്റ്ററി, ചരിത്രത്തിലെ ഒരു സംഭവം തന്നെ അടർത്തിയെടുത്ത് അവതരിപ്പിക്കുകയും ചെയ്യും. അങ്ങനെയൊക്കെയാണ് ഹിസ്റ്റോറിക്കൽ ഫിലിംസ് നിർമ്മിക്കുന്നത്. ദീസ് ആർ ദി ഹിസ്റ്റോറിക്കൽ ഫിലിംസ്. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ കാണാം.